الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ومن يهن الله فما له من مكرم إن الله يفعل ما يشاء. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരീ സഹോദരന്മാരെ, സർവശക്തനായ പരമകാരുണികനായ അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങളെ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും കാത്തു സൂക്ഷിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഉദ്ബോധിപ്പിക്കുകയാണ്. എന്നോടും നിങ്ങളോടുമായി വസിയ്യത്ത് ചെയ്യുകയാണ്. തെറ്റുകൾ നൽകുന്നത് ഏതാനും നിമിഷ നേരത്തേക്കുള്ള ഒരു സുഖമാണ്. ആ ഒരു നൈമിഷിക തെറ്റിന്റെ സുഖത്തിനു വേണ്ടി ഒരുപക്ഷെ നൽകേണ്ട വില വളരെ വലുതായി. സംഭവിച്ച ഒരു തെറ്റിനെ മറച്ചുവെക്കുവാനുള്ള ഏകദേശം 3 പതിറ്റാണ്ട് കാലത്തെ 28 വർഷത്തെ പരിശ്രമങ്ങൾക്കൊടുവിൽ ശിക്ഷിക്കപ്പെട്ടതിന്റെ ഒരു വാർത്ത നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ പതിഞ്ഞു കിടക്കുന്നുണ്ട്. ജീവിതത്തിൽ തെറ്റുകൾ ചെയ്യാത്തവരല്ല നമ്മൾ ആരും. എല്ലാവരിലും തെറ്റുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. കുല്ലു ഇബ്നി ആദം ഖത്താഉൻ, ആദമിന്റെ മക്കളെല്ലാം തെറ്റുകാരാണ്. അത് തെറ്റു ചെയ്യാനുള്ള അനുവാദമല്ല, തെറ്റ് സംഭവിച്ചു പോകുന്ന ഒന്നാണ്. പരമാവധി സൂക്ഷിച്ചും ശ്രദ്ധിച്ചും നമ്മൾ മുന്നോട്ട് പോകണം. കാരണം വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറ, അണുമണി തൂക്കം തിന്മ സംഭവിച്ചാലും അണുമണി തൂക്കം നന്മ സംഭവിച്ചാലും അതിന്റെ രണ്ടിന്റെയും ഫലം നമ്മളെ തേടി എത്തുക തന്നെ ചെയ്യും എന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് തരുന്ന ഉറപ്പ്. സഹോദരങ്ങളെ, തെറ്റുകൾ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന കാര്യം മനസ്സിൽ തെറ്റു ചെയ്യാൻ പ്രചോദനമാകുന്ന ചില ചിന്തകൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ഒന്ന്, ഞാൻ ഈ തെറ്റു ചെയ്താലും ഞാൻ പിടിക്കപ്പെടുകയില്ലെന്ന് തെറ്റു ചെയ്യുന്ന സന്ദർഭത്തിൽ തെറ്റു ചെയ്യുന്നവരോട് പറയുന്നു മനസ്സ്, നീ പിടിക്കപ്പെടില്ല. അതെങ്ങനെയാണ്? എല്ലാവരും പിടിക്കപ്പെടുമ്പോൾ നമ്മൾ മാത്രം എങ്ങനെ പിടിക്കപ്പെടാതിരിക്കും? അതാണല്ലോ അതിന്റെ ഉത്തരം. അപ്പോൾ പിടിക്കപ്പെടില്ലെന്നത് തെറ്റു ചെയ്യിക്കാൻ വേണ്ടി പറയുന്ന മനസ്സിന്റെ ഒരു ന്യായം മാത്രമാണ്. എന്റെ സാഹചര്യമാണ് എന്നെ തെറ്റിലേക്ക് എത്തിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റിൽ നിരന്തരമായി തുടർന്നുകൊണ്ടിരിക്കുന്നവരുണ്ട്. എല്ലാ തെറ്റിനും സാഹചര്യമുണ്ട്. നമുക്ക് മാത്രമല്ല സാഹചര്യമുണ്ട്. ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒരു സാഹചര്യം വന്നതുകൊണ്ടാണ് ചെയ്തത്. അതല്ലാതെ നാം ചെയ്യുന്ന തെറ്റ് മാത്രം ഒരു സാഹചര്യം കൊണ്ടാണെന്ന് പറയുന്നത് എങ്ങനെയാണ്? പിന്നെ മറ്റൊന്ന് വ്യാമോഹമാണ്. തെറ്റുകൾ പൊറുക്കപ്പെടാമല്ലോ.
തെറ്റിന്റെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും ചിന്തിക്കുമ്പോൾ തെറ്റുകൾ പൊറുക്കപ്പെടാം. തെറ്റ് പൊറുക്കാൻ എന്തെല്ലാം വഴികളുണ്ട് എന്ന് ചിന്ത. പൊറുക്കപ്പെടും എന്ന് പറഞ്ഞത് തെറ്റു ചെയ്യാൻ വേണ്ടിയിട്ടാണോ? പുറത്തു തരാം എന്ന് പറഞ്ഞത് വീണ്ടും വീണ്ടും അടിമകൾ തെറ്റ് ചെയ്തു കൊള്ളട്ടെ എന്നതുകൊണ്ടാണോ? അല്ലല്ലോ. തെറ്റ് ചെയ്തു പോയതിൽ നിന്ന് പശ്ചാത്തപിക്കുകയും തെറ്റിൽ നിന്ന് എനിക്ക് മടങ്ങാൻ അവസരമുണ്ടെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് റഹ്മാനായ അള്ളാഹു പാപമോചനം ഉണ്ടെന്നും പുറത്തു തരുമെന്നും പറഞ്ഞത്. തെറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചാൽ അതെങ്ങനെ ന്യായീകരിക്കാനാവും? ഇനി ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്താലും അത് പുറത്തു വന്നാലും എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല, അങ്ങനെ ചിന്തിക്കുന്നവരുമുണ്ട്. അതും തെറ്റായ കാര്യമാണ്. ഒരുപക്ഷെ ശിക്ഷിക്കപ്പെട്ടില്ലെങ്കിലും തെറ്റിന്റെ പേരിൽ വരുന്ന വലിയ നഷ്ടങ്ങൾ താങ്ങാനാകാത്തതാണ്. മറ്റു ചിലപ്പോൾ മനസ്സ് പറയും, ആരാണ് തെറ്റ് ചെയ്യാത്തവർ? എല്ലാവരും തെറ്റ് ചെയ്യുമ്പോൾ നാം മാത്രം തെറ്റ് ചെയ്യാതിരിക്കുമോ? എല്ലാവരും തെറ്റ് ചെയ്യുന്നു എന്നത് നമുക്ക് തെറ്റ് ചെയ്യാൻ ന്യായമല്ല. കാരണം മറ്റുള്ളവർ തെറ്റ് ചെയ്യുമ്പോൾ അയാൾ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്ന് നമ്മൾ ചോദിക്കാറുണ്ട്, വിമർശിക്കാറുണ്ട്. മാത്രമല്ല, നിരന്തരമായ തെറ്റുകളാണ് ചില ആളുകളെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. തെറ്റുകൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നവർ തെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. തെറ്റുകൾ കൂടി വരുന്നതും തെറ്റുകളിൽ നിരന്തരമാകുന്നതും ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ അയാൾക്ക് തെറ്റുകൾ ചെയ്യാതിരിക്കാനാവില്ല. അങ്ങനത്തെ അവസ്ഥയുണ്ടായിരിക്കും. അതേപോലെ തന്നെ തെറ്റ് ചെയ്യുന്ന ആളുകൾ, എന്തെങ്കിലുമൊക്കെ ന്യായങ്ങൾ വെച്ച് തെറ്റ് ചെയ്യുന്നവരുണ്ടായിരിക്കും. അവരുമായുള്ള സഹവാസവും തെറ്റിന് പ്രചോദനം നൽകുന്നവയാണ്. ഇതിലേതെങ്കിലുമൊക്കെ ഒരു കാരണം ഏതൊരു തെറ്റിന് പിന്നിലും പ്രവർത്തിക്കുന്നുണ്ട് എന്നതാണ്. എന്നാൽ ഇബ്നുൽ ഖയ്യിം ജൗസി റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അൽ ജവാബുൽ കാഫി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ തെറ്റിനെക്കുറിച്ച് മാത്രം ചർച്ച ചെയ്യാൻ 100 കണക്കിന് പേജുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു തെറ്റ് മനുഷ്യൻ എന്തെല്ലാം പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നതിനെക്കുറിച്ച് വലിൽ മആസി മിനൽ ആസാരിൽ ഖബീഹ ലിൽ മആസി അൽ മദ്മൂമ, ആക്ഷേപകരമായിട്ടുള്ള തെറ്റുകൾ, ആ തെറ്റുകൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അൽ മുദിറത്തു ബിൽ ഖൽബി വൽ ബദനി ഫിദ് ദുനിയ വൽ ആഖിറ മാ ലാ യഅലമുഹു ഇല്ലല്ലാഹ്. അള്ളാഹുവിന് മാത്രം അറിയാവുന്ന അത്രയും അധികം ഓരോ തെറ്റുകളും മനുഷ്യന് ദുരന്തങ്ങളും ബുദ്ധിമുട്ടുകളും ഉപദ്രവങ്ങളും ഉണ്ടാക്കുന്നത്. എന്തൊക്കെ വരിക എന്ന് നമുക്ക് നിർവചിക്കാനാവില്ല എന്നാണ്. ഒരു 10 കാര്യങ്ങൾ നമുക്കതിൽ നിന്ന് തെരഞ്ഞെടുത്ത് വായിക്കാം. 1, മനുഷ്യന് നല്ലവനായി തുടരാനുള്ള കാരണം എന്താ? നമുക്ക് ചില നല്ല അറിവുകളുണ്ട് മനസ്സിൽ. ചില അറിവുകളുണ്ടല്ലോ മനസ്സിൽ, ആ നല്ല അറിവ് മനസ്സിൽ നിന്നാണ് മാഞ്ഞു പോകും. നല്ല ചിന്തകളും നല്ല വിചാരങ്ങളും നല്ല അറിവുകളും മനസ്സിൽ നിന്ന് മാഞ്ഞു പോകും. തെറ്റ് ചെയ്യുന്നവർക്ക് നന്മയുടെ വിചാരങ്ങളെയും നന്മയുടെ അറിവുകളെയും മനസ്സ് കൊണ്ടെടുക്കാൻ പറ്റില്ലെന്നാണ്. അതാണ് ഇമാം മാലിക് റഹ്മഹുല്ല, ഇമാം ഷാഫി റഹ്മഹുല്ലയുടെ ആ കഴിവും അറിവും ബുദ്ധിയും ഒക്കെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് നൽകിയ ഒരു ഉപദേശമുണ്ട്. അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്നി അറല്ലാഹ ഖദ് അൽഖ അല ഖൽബിക നൂറൻ. അല്ല നിന്റെ മനസ്സിലൊരു വെളിച്ചമിട്ട് തന്നിട്ടുണ്ട് എന്ന് ഞാൻ കാണുന്നുണ്ട്. ഫലാ തുത്ഫിഉഹു ബിദുൽമത്തിൽ മഅസിയ. തെറ്റിന്റെ ഇരുട്ടുകൊണ്ട് ആ പ്രകാശത്തെ നീ ഊതിക്കെടുത്തരുത്. ആ പ്രകാശമാണേത്? നല്ല വിചാരങ്ങൾ, ഇവിടുന്നൊക്കെയോ കിട്ടിയ നല്ല ചില ചിന്തകളുടെ മനസ്സിൽ. തെറ്റ് ചെയ്യുന്നവൻ അത്തരം നല്ല വിചാരങ്ങളെയും നല്ല ആശയങ്ങളെയും കൊണ്ടു നടക്കാൻ കഴിയില്ലെന്നതാണ്. രണ്ടാമത്തൊരു കാര്യം, തിന്മ അത് തസ്റഉ അംസാലഹ. ഒരു തിന്മ അതുപോലെയുള്ള തിന്മകളെ സൃഷ്ടിക്കും. ഒരു തിന്മ അതുപോലെയുള്ള തിന്മകളെ സൃഷ്ടിക്കും. ചാടിച്ചു കൊണ്ടുപോയതാണ് ഒരു പെൺകുട്ടിയെ. പക്ഷെ എന്ത് ചെയ്തു? നിങ്ങൾ കൊണ്ടുപോയപ്പോ അവന് വേണ്ട. ഇനി എന്താ കാണിക്കുക? ഇറങ്ങിപ്പോന്ന പെണ്ണിനെ തിരിച്ചുണ്ടാകാൻ പറ്റും, അവളെ കൊന്നുകളെ. അതാ തീരുമാനിച്ചു. ഒരു തെറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ അത് കണ്ട ആളെ കൊന്നുകളെ. കൊല്ലാൻ വേണ്ടി പോയതല്ല, വ്യഭിചരിക്കാൻ വേണ്ടി പോയതാണ്. പക്ഷെ അത് കൊലപാതകത്തിലെത്തി. എത്രയെത്ര കൊലപാതകങ്ങൾ യഥാർത്ഥത്തിൽ ഈ രൂപത്തിൽ ഒരു തെറ്റിൽ നിന്ന് ജനിക്കുന്ന എത്രയെത്ര കൊലപാതകങ്ങളുണ്ട്. ധാരാളം കൊലപാതകങ്ങളുണ്ട്. ഒരു പക്ഷെ മോഷ്ടിക്കാൻ വേണ്ടി ചെന്നതാണ്, പക്ഷെ അത് കൊലപാതകത്തിൽ കലാശിച്ചു. എത്ര അർത്ഥവത്താണ് ആ വാക്ക്. അന്നൽ മആസി തസ്റഉ അംസാലഹ. ഒരു തെറ്റ് അതുപോലെയുള്ള തെറ്റുകളെ ഉണ്ടാക്കും. വതൂലിദു ബഅദഹ ബഅദൻ. അത് ചിലതിനെ ജനിപ്പിക്കും. അതാണ് തെറ്റുകളുടെ പ്രശ്നം. അതുകൊണ്ട് ഞാൻ ഈ ഒരു തെറ്റല്ലേ ചെയ്യുന്നല്ല. ആ തെറ്റ് മദ്യപാനിയാണോ, അയാൾ ഇഷ്ടം പോലെ തെറ്റുകൾ ചെയ്യും. ഒരു തെറ്റ് മറ്റനേകം തെറ്റുകൾക്ക് കാരണമാകുന്നതാണ്. അതാണ് തെറ്റിന്റെ മറ്റൊരു ദുരന്തം. മൂന്നാമത്തെ ഒന്ന്, മറ്റുള്ളവരുടെ മനസ്സിൽ നിന്ദനാവുന്നു എന്നുള്ളതാണ്. നാം ഗൗരവപരമായി ചിന്തിക്കണം. പരലോകത്ത് ശിക്ഷയുണ്ട്. പക്ഷെ ഒരു തെറ്റ് പുറത്തു വരുന്നതോടുകൂടെ എന്ത് ചെയ്തു വെച്ചാൽ അയാൾ കഴിഞ്ഞു. പിന്നെ അയാളൊരു രൂപന്നേ പറയാൻ പറ്റുള്ളൂ. ഒരു മനുഷ്യനെന്ന് പറയുമ്പോൾ അയാൾക്ക് ചില അംഗീകാരങ്ങളും ആദരവുകളും ബഹുമാനങ്ങളും ഒക്കെ അല്ലേ നമ്മളെന്ന് പറഞ്ഞാൽ നമ്മളെ പേര് കേൾക്കുമ്പോൾ. അത് ഒരു തെറ്റ് പുറത്തു വരുന്നത് പോലെ തകർന്നു. നാം വളരെ ചിന്തിക്കണം. ഞാൻ എന്നെ ഇല്ലാതാക്കുവാനാണ് പോകുന്നത് എന്ന് ഒരു തെറ്റിന്റെ സന്ദർഭത്തിൽ നാം മനസ്സിലാക്കണം. സൂറത്ത് ഹജ്ജിലെ ആയത്താണ് തുടക്കത്തിൽ ഓതിയത്. അല്ലാഹു ഒരുത്തനെ അപമാനിക്കാൻ തീരുമാനിച്ചാൽ
പിന്നെ അവനെ ആദരിക്കുന്നവനും ബഹുമാനിക്കുന്നവനും മാന്യനാക്കുന്നവനും ഒരാളുമില്ല എന്നാണ്. തെറ്റുകൾ അതാണ്. മൻ കാന യുരീദുൽ ഇസ്സ ഫലില്ലാഹിൽ ഇസ്സതു ജമീഅ. ഒരാൾ പ്രതാപത്തെ ഉദ്ദേശിക്കണമെങ്കിൽ എല്ലാ മനുഷ്യനും എന്തെങ്കിലും ഒരു മഹത്വമോ പ്രതാപമോ കൊടുക്കണമെങ്കിൽ അത് അന്ന് കൊടുക്കുന്നതാണ്. അല്ല ആർക്കേ അത് കൊടുക്കുള്ളൂ? നിങ്ങൾ നല്ലത് ചെയ്യുന്നവർക്കേ കൊടുക്കുള്ളൂ. തിന്മ ചെയ്യുന്നവർക്ക് അള്ളാഹു എന്ത് ചെയ്യില്ല, ആ മഹത്വങ്ങളെ കൊടുക്കുകയില്ല എന്നതാണ്. നാലാമത്തൊരു കാര്യം അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത്, തിന്മകൾ എന്ത് ചെയ്യും, ഓരോ തിന്മകൾ ചെയ്യും തോറും എന്താ വെച്ചാൽ നമ്മൾ അയാൾക്ക് എങ്ങനെ ഇപ്പൊ അത് ചെയ്യാൻ കഴിഞ്ഞത്, ഇയാളൊക്കെ ഇപ്പൊ അത് ചെയ്യുമോ നമ്മൾ ചോദിക്കാൻ കാരണം നിങ്ങൾ തെറ്റുകൾ ചെയ്ത് വരുമ്പോൾ എന്താവില്ല വെച്ചാൽ ഏത് വലിയ തെറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. തെറ്റുകൾ നിരന്തരമായി ചെയ്യുന്ന ആളുകൾക്ക് ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്ത് വന്നാൽ അയാൾക്ക് ഏത് വലിയ തെറ്റും ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ഒരു തെറ്റിനെ എല്ലാവരും ഒരുപോലെയല്ല കാണുന്നത് എന്നാണ്. ഇന്നൽ മുഅ്മിൻ യറാ ദുനൂബഹു കഅന്നഹ ഫി അസ്ലി ജബൽ. ഒരു വലിയ മല പോലെയാണ് ഒരു വിശ്വാസി ഒരു തെറ്റിനെ കാണുക. യഖാഫു അൻ യഖഅ അലൈഹി, അത് അവന്റെ മേൽ വീഴോന്ന് പേടിക്കു മാത്രമുള്ള ഒരു വലിയ മല പോലെ ഒരു തെറ്റിനെ വിശ്വാസി കാണും. എന്നാൽ ഇന്നൽ ഫാജിർ യറാ ദുനൂബഹു കദുബാബിൻ വഖഅ അലാ അനഫിഹി. എന്നാൽ മൂക്കിലൂടെ പാറിപ്പോകുന്ന ഈച്ച പോലെയുള്ളൂ ഒരു തെറ്റ് ചെയ്യുന്ന ഒരു തമ്മാടിക്ക് തെറ്റ് തോന്നുള്ളൂ. അപ്പൊ തെറ്റുകൾ ഗൗരവപരമാണ് എന്ന് തോന്നാതിരിക്കാനുള്ള കാരണം തന്നെ തെറ്റാണ്. അത് തെറ്റിന്റെ ഒരു ഫലമാണ്. തെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് എത്ര വലിയ തെറ്റും എന്താവില്ല, ഒരു തെറ്റായി തോന്നില്ല എന്നാണ്. തെറ്റുകൾ തെറ്റായി തോന്നാത്ത ഒരു മാനസികാവസ്ഥയിലേക്ക് നിരന്തരമായ തെറ്റുകൾ മനുഷ്യനെ എത്തിക്കുമെന്നാണ്. അഞ്ചാമതായി പറഞ്ഞ മറ്റൊരു കാര്യം മനുഷ്യനെ അശ്രദ്ധനാക്കി കളയുമെന്നാണ്. അദ്ദുനൂബ് തത്ബഉ അലൽ ഖുലൂബ്, ഹൃദയത്തിനുണ്ട് സീലടി. അതായത് തെറ്റുകൾ ചെയ്യാന്നുള്ളത് പിന്നെ ഒരു പ്രശ്നമല്ലാതാവുന്നതാണ്. സൂറത്തു അൽ മുത്തഫിഫീൻ പറയണ്ടല്ലോ, കല്ലാബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. കല്ലാബൽ റാന അലാ ഖുലൂബിഹിം, അവിടെ ഹൃദയങ്ങളിൽ എന്ത് ചെയ്തു, ഒരു കറ വീണു, ഒരു അടയാളം വീണു. തിന്മകൾ ഇങ്ങനെ ചെയ്ത് ഹൃദയം അങ്ങ് മങ്ങിപ്പോയി. ആ ഹൃദയത്തിന് നന്മകളെ കാണാൻ കഴിയാത്ത അന്ധതയാണ്. ഹുവ ദംബു അല ദംബ്, തെറ്റിന് മേൽ തെറ്റ് ചെയ്ത് എന്തരങ്ങള് മനുഷ്യന്റെ ജീവിതം തന്നെ അശ്രദ്ധമായതാണ്. പിന്നെ അവനിൽ ഒരു മാനുഷിക ഗുണങ്ങളുമില്ലാത്ത, ഒരു നന്മകളുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് അവന്റെ ഹൃദയാവസ്ഥ മാറിപ്പോകുമെന്നാണ്. തെറ്റുകൾ പ്രവർത്തിക്കുന്നവന്റെ ആ ഒരു ഓജസ്, ആ ഒരു പ്രകാശം അത് നഷ്ടപ്പെട്ടു പോകുന്നതാണ്. മുഖത്തെ പ്രകാശം കെടുന്നതാണ്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നലിൽ ഹസനത്തി ളിയാഅൻ ഫിൽ വജ്ഹ്, നന്മ എപ്പോഴും മനുഷ്യന്റെ മുഖത്തൊരു പ്രകാശമുണ്ടാക്കും. വനൂറൻ ഫിൽ ഖൽബ്, ഹൃദയത്തിൽ വെളിച്ചമുണ്ടാക്കും. വസഅതൻ ഫിൽ റിസ്ക്, ഭക്ഷണത്തിൽ അവന് വിശാലത നൽകും. വഖുവ്വതൻ ഫിൽ ബദൻ, ശരീരത്തിന് ശക്തി പകരും. വമഹബ്ബതൻ ഫീ ഖുലൂബിൽ ഖൽഖ്, മറ്റുള്ള ഹൃദയത്തിൽ സ്നേഹമുണ്ടാക്കുമെന്നാണ്. നന്മ പ്രവർത്തിക്കും തോറും ആ നന്മയുടെ ഒരു സുഗന്ധം, ആ നന്മയുടെ ഒരു പ്രത്യേകത അത് നമ്മുടെ ജീവിതത്തെ മുഴുവനും എന്ത് ചെയ്യുന്നറിയോ, ഉന്മേഷമാക്കുകയും അതേപോലെ തന്നെ ദീപ്തമാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുമെന്നാണ്. ഏഴാമത് പറഞ്ഞ മറ്റൊരു കാര്യം, ജീവിതത്തിൽ തെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് എന്തുമോ തൊട്ടാലും അതിനൊരു ബർക്കത്ത് ഉണ്ടാവില്ല. എവിടെ ചെന്നാലും ഒരു ബർക്കത്ത്. കുട്ടികളെ കാര്യം ആലോചിച്ചാലും ജോലി ആലോചിച്ചാലും എവിടെ ആലോചിച്ചാലും തെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ജീവിതത്തിൽ അന്നഹ തംഹഖു ബർക്കത്തുൽ ഉംരി, ആയുസ്സിന്റെ ബർക്കത്ത് പോകും. വബർക്കത്തുൽ റിസ്ക്, റിസ്കിന്റെ ഉപജീവനത്തിന്റെ ബർക്കത്ത് പോകും. വബർക്കത്തുൽ ഇൽമ്, അറിവിന്റെ ബർക്കത്ത് പോകും. വബർക്കത്തുൽ അമൽ, പ്രവർത്തനത്തിന്റെ ബർക്കത്ത് പോകും. എല്ലാത്തിലുമുള്ള ബർക്കത്ത് അവർ നഷ്ടപ്പെട്ടു പോകുമെന്നാണ്. അത് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞൊരു ആശയമാണ്. ബർക്കത്ത് കിട്ടുന്നത് നന്മയാണ്. ഒരു വ്യക്തി നന്മയുള്ളവനാകുമ്പോൾ അവനിങ്ങനെ അള്ളാഹു ഓരോ അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ടിരിക്കും. ഒരു നാട് നന്മയുള്ളതാകുമ്പോൾ ആ നാടിന് അള്ളാഹു അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ടിരിക്കും. വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർള്, ഒരു ഗ്രാമക്കാർ വിശ്വസിക്കുകയും തഖ്വ പാലിക്കുകയും ചെയ്താൽ അവർക്ക് ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാ, ആകാശത്തു നിന്നും അനുഗ്രഹത്തിന്റെ കവാടങ്ങൾ, ബർക്കത്തുകൾ അള്ളാഹു അവർക്ക് തുറന്നു കൊടുക്കുമെന്നാണ് ഭൂമിയിലേക്ക്. അവർ നേരെ ചൊവ്വെ ജീവിക്കുകയാണെങ്കിൽ, നല്ല വഴിക്ക് ജീവിക്കുകയാണെങ്കിൽ അവർക്ക് സുഭിക്ഷമായ അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ടിരിക്കുമെന്നാണ്. അപ്പൊ തെറ്റുകൾ ജീവിതത്തിൽ കൊണ്ടുനടക്കുന്ന ആളുകൾക്ക് ബർക്കത്ത് കിട്ടൂല. അവർ ജീവിതത്തിൽ എന്തൊക്കെയോ അധ്വാനങ്ങളും പ്രവർത്തനങ്ങളും ചെയ്യുന്നുണ്ടായിരിക്കും, അതിനൊന്നും അവർക്കൊരു ഗുണം ജീവിതത്തിൽ ലഭിക്കാത്ത അവസ്ഥയുണ്ടായിരിക്കുമെന്നാണ്. അതിന്റെ ഒരു ദോഷമായി കൊണ്ടുപോകണം. പിന്നെ അദ്ദേഹം കൊണ്ടുവന്ന മറ്റൊരു കാര്യം, ഒരു നല്ല ജീവിതമല്ലേ സുഹൃത്തുക്കൾ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നത്. എപ്പോഴും എല്ലാ കാര്യങ്ങളും നല്ല നിലക്ക് നടന്നുപോയി സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കണം എന്നല്ലേ. പക്ഷെ എന്താ പറയുക, നമ്മൾ എവിടെ നമ്മുടെ ജീവിതം തടസ്സപ്പെടുമ്പോൾ നമുക്ക് തോന്നും
എന്റെ അടുത്ത് കുറച്ച് നമ്മുടെ സ്വകാര്യ ജീവിതത്തിലെ തെറ്റുകൾ നമ്മളെ വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ നമ്മളെ മാനസിക രോഗിയാകും. അത്രമാത്രം തിന്മകൾ നമ്മളുടെ ജീവിതത്തെ ബാധിക്കും. അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ തടസ്സപ്പെടുമ്പോൾ ജീവിതം ആകെക്കൂടെ ഒരു ഇരുട്ട് നിറഞ്ഞതും പ്രയാസകരമായതും മുന്നോട്ട് പോകാൻ കഴിയാത്തതുമായി അനുഭവപ്പെടുമെന്നാണ്. മൻ അമില സ്വാലിഹം മിൻ ദകരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബ വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. ആണാവട്ടെ പെണ്ണാവട്ടെ വിശ്വാസിയായി നല്ലത് പ്രവർത്തിച്ചാൽ അവന് നല്ലൊരു ജീവിതം, ഹയാത്തും ത്വയ്യിബ, നല്ലൊരു ജീവിതം. നല്ലൊരു ജീവിതം എന്ന് പറഞ്ഞാൽ സമാധാനവും സന്തോഷവും ബർക്കത്തും എല്ലാ നിലക്ക് സാമ്പത്തികവും ജീവിത എല്ലാ സൗകര്യങ്ങളും ആരോഗ്യവും എല്ലാം മെച്ചപ്പെട്ടതായ നല്ലൊരു ജീവിതം നൽകാൻ തെറ്റുകളിൽ നിന്ന് മുക്തമായ ഒരവസ്ഥ കൊണ്ട് സാധിക്കുമെന്നതാണ്. മാത്രമല്ല തിന്മയുടെ മറ്റൊരു ദുരന്തമായി പറയുന്നത് വിശ്വാസ്യത തകർന്നു പോകുന്നു. അതായത് ഒരു തെറ്റൊരു പലിശക്കാരനാണെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു അവിഹിത ബന്ധം പുലർത്തുന്നവരാന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സ്വഭാവ ദൂഷ്യമുള്ളവരാന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നവരെങ്കിൽ അയാളുടെ വിശ്വാസം തകരും. വിശ്വാസം തകർന്നാൽ എന്താ അറിയോ, ഒരു 10 രൂപ വായ്പ വെച്ചാൽ അയാൾ തരൂല. ഒരു വിവാഹാന്വേഷണമുണ്ട്. ജീവിതത്തിൽ പലപ്പോഴും യുവത്വത്തിലൊക്കെ അങ്ങേയറ്റം വഴിവിട്ട് ജീവിച്ച ആളുകൾ, അങ്ങനെ ഒരു പേര് നാട്ടിൽ കിട്ടിക്കഴിഞ്ഞാൽ എന്താ അറിയോ, അവരൊരു വിവാഹം പോലും നടന്നു പോകണമെങ്കിൽ പ്രയാസമായിരിക്കും. അത്ര ബുദ്ധിമുട്ടാണ്. ഒരു വിശ്വാസതയുണ്ട്. തിന്മകളാണ് വിശ്വാസത തകർക്കുന്നത്. തെറ്റ് ചെയ്യുന്ന ആളുകളെ മറ്റുള്ളവർ വിശ്വസിക്കൂല. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാവുമ്പോൾ അവനിൽ എന്തുമുണ്ടാകുമെന്ന് വിചാരിക്കും. അതുകൊണ്ട് പലപ്പോഴും വിശ്വാസത തകർക്കുന്നതിൽ നമ്മുടെ തെറ്റുകൾക്ക് വലിയ പങ്കുണ്ട്. ജോലി കിട്ടാതിരിക്കുക, വിവാഹം നടക്കാതിരിക്കുക, ജീവിത പ്രതിസന്ധികൾ ഉണ്ടാകുക, ഇതിന്റെയൊക്കെ പിന്നിൽ തെറ്റുകൾക്ക് വലിയ പങ്കുണ്ടെന്നാണ്. മാനസികവും ശാരീരികവുമായ ഒട്ടനവധി രോഗങ്ങൾ മനുഷ്യന് വരുത്തി വെക്കാൻ തിന്മകൾക്ക് പറ്റും. സുഹൃത്തുക്കളെ, നൈമിഷികമായ സുഖങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ തന്റെ ജീവിതം തന്നെ നശിപ്പിച്ചു കളയുന്ന രംഗങ്ങളും വാർത്തകളും കേൾക്കുമ്പോൾ നാം നമ്മിലേക്ക് തിരിഞ്ഞു നോക്കാനുള്ള ഒരവസരമാണ് ഇവിടെ. നമ്മുടെ രഹസ്യ പരസ്യങ്ങളിൽ നമ്മുടെ ശ്രദ്ധ കുറവുകൊണ്ട് വന്നുപോകുന്ന തെറ്റുകളെ തിരുത്തുവാനും ജീവിതത്തിൽ കൂടുതൽ സൂക്ഷ്മതയോടെ ജീവിക്കുവാനും ഇത്തരം സാഹചര്യങ്ങളും അനുഭവങ്ങളും വാർത്തകളും നമുക്ക് പ്രചോദനമാകേണ്ടതുണ്ട്. എല്ലാ തെറ്റുകളെയും കാത്തുസൂക്ഷിച്ച് അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. തെറ്റ് എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് 5 കാര്യങ്ങളാണ്. 5 കാര്യങ്ങളിൽ നിന്ന് മുക്തി നേടിയാൽ അവൻ പാപരഹിതമായ ജീവിതം നയിച്ചു എന്നാണ്. ഒന്നെന്താണ്? മിൻ ഷിർക്കിൻ യുനാഖിൽ തൗഹീദ്. തൗഹീദിന്റെ വിരുദ്ധമായ ഷിർക്ക്, കയ്യുമരേരസോ ഉറുക്കോ അഭൗതികമായ അള്ളാഹുവിൽ നിന്നല്ലാതെ ഒരു രക്ഷയും പ്രതീക്ഷിക്കാത്ത, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും അവന്റെ കൽപ്പനകൾക്ക് മാത്രം കീഴ്പ്പെട്ട് ജീവിക്കുകയും ചെയ്യുന്ന ഒരു മുവഹിദാകും. ഷിർക്കുകളില്ലാതിരിക്കും. അതാണ് തെറ്റിൽ ഒന്നാമത്തേത്. രണ്ടാമത്തേത് വബിദ്അത്തിൻ തുഖാലിഫു സുന്ന. സുന്നത്തിന് വിരുദ്ധമായ ബിദ്അത്ത്. അത് തെറ്റാതെ പല ആളുകൾ വിചാരിക്കും, ദീനാന്നാ വിചാരിക്കും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത മതാചാരങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. അത് തെറ്റുകളാണ്. ജീവിതത്തിൽ അത്തരം തെറ്റുകൾ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, അത് നരകത്തിലേക്കുള്ള വഴിയാണ്. ബിദ്അത്തുകൾ ചെയ്യാതിരിക്കുക. മൂന്നാമത്തത് വശഹ്വത്തിൻ തുഖാലിഫുൽ അംർ. അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായിട്ടുള്ള ദേഹേച്ഛകൾ. അള്ളാഹ് കൽപ്പിച്ചു, ദീനിൽ അത് പറ്റൂല, അല്ലെങ്കിൽ ദീനിൽ അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിനെതിരെ പ്രവർത്തിക്കുന്ന ഏതും, അത് മോഷണമോ വ്യഭിചാരമോ മാത്രമല്ല, എന്തെല്ലാം അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായിട്ടുണ്ടോ ആ ദേഹേച്ഛകൾ, കൽപ്പന അവിടെ കിടക്കുന്നു, പക്ഷെ നമുക്കിതാണ് ഇഷ്ടം, അത് അത്ര തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുക. നാലാമത്തത് വഗഫ്ലത്തിൻ തുനാഖിദു ദിക്ര. അള്ളാഹുവിനെ ഓർമ്മിക്കുന്നതിന് വിരുദ്ധമായിട്ടുള്ള അശ്രദ്ധ. ശരിയായ നിലക്ക് അള്ളാഹുവിന്റെ സ്മരണ ജീവിതത്തിനകത്ത്, അള്ളാഹുവിന്റെ സ്മരണ വിട്ടുപോകുന്ന ഏത് തെറ്റിലേക്ക് പോകുമ്പോഴും അള്ളാഹുവിന്റെ സ്മരണ വിട്ടുപോകുന്നുണ്ട്. എപ്പോഴും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ നിലനിർത്തി തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുക. അതേപോലെ തന്നെ വഹവൻ യുനാഖിദു തജ്രീദ വൽ ഇഖ്ലാസ്. അള്ളാഹുവിന്റെ ജീവിതത്തെ അവന് മാത്രം നിഷ്കളങ്കമാക്കുന്നതിന് വിരുദ്ധമായ ദേഹേച്ഛകൾ. ഒരു കാര്യത്തിലും അള്ളാഹുവിന്റെ പ്രീതിയും തൃപ്തിയും അല്ലാതെ ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ ഇച്ഛകൾക്കും താല്പര്യങ്ങൾക്കും അനുസരിച്ച് പ്രവർത്തിക്കാം. ഈ 5 കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുമ്പോൾ ഒരാൾ പാപമുക്തി നേടി എന്നാണ്. അപ്പൊ ഇത്തരം ഈ 5 വിഭാഗങ്ങളിൽപ്പെട്ട ഏതെങ്കിലും കാര്യങ്ങൾ നമ്മളിൽ വന്നു പോകുന്നുണ്ടോ എന്ന ആത്മപരിശോധനയാണ് തെറ്റിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാ തെറ്റുകളും വലിയ നഷ്ടങ്ങൾ, നമുക്ക് കണക്കാക്കാനാവാത്ത ദുരന്തങ്ങൾ നമ്മുടെ ശരീരത്തിനും മനസ്സിനും നാളെ പരലോകത്തിനൊക്കെ വരുത്തും. ഒരു ജയിൽ ജീവിതം എന്ന് പറയുമ്പോൾ അതിനെ ഒന്ന് സങ്കല്പിച്ചു നോക്കുമ്പോൾ നമുക്ക് പേടിയാവും.
ഒരു ഖബർ ജീവിതം എന്ന് പറയുമ്പോൾ അത് ബർസഖിലാണല്ലോ സുഹൃത്തുക്കളെ. അത് ഈ ഭൗതിക ലോകത്തിന് അപ്പുറത്താണ്. അവിടെ യുഗാന്തരങ്ങൾ കഴിച്ചുകൂട്ടേണ്ട ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചിന്തിച്ചാൽ മതി. അവന്റെ തെറ്റുകൾ അവനവിടെ പ്രയാസങ്ങൾ സൃഷ്ടിക്കും. അതുകൊണ്ടാണ് നാം എല്ലാ അത്തഹിയാത്തിലും ഖബർ ശിക്ഷയിൽ നിന്ന് മോചനം നേടാനുള്ള കാരണം. തെറ്റുകളാണ് മരണാനന്തരം നമുക്ക് പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തെറ്റുകളിൽ നിന്ന് മുക്തമായ ഒരു ജീവിതം നയിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു ഞങ്ങളിന്ന് വന്നുപോയ തെറ്റുകളെ ഞങ്ങൾക്ക് പുറത്തു മാപ്പാകട്ടെ റഹ്മാൻ. തെറ്റുകളിലേക്ക് എത്താനുള്ള എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും ഞങ്ങളുടെ മനസ്സുകളെ നീ മാറ്റിത്തരണമേ റഹ്മാൻ. തെറ്റിന് പ്രചോദനമാകുന്ന എല്ലാ ആശയങ്ങളിൽ നിന്നും അറിവുകളിൽ നിന്നും ബന്ധങ്ങളിൽ നിന്നും ഞങ്ങൾ നീ മാറ്റി നിർത്തേണമേ അള്ളാഹു. ഞങ്ങളുടെ മനസ്സുകൾക്ക് നീ ഹിദായത്തിന് തഖ്വയെ പ്രദാനം ചെയ്യണമേ റഹ്മാൻ. സഹോദരങ്ങളെ, രോഗങ്ങൾ മുമ്പത്തേതിനേക്കാളും തീക്ഷ്ണമായിരിക്കണം. പലപ്പോഴും രോഗവാർത്തകളാണ് നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു രോഗികളായ എല്ലാവർക്കും രോഗശമനം പ്രദാനം ചെയ്യുമാറാവട്ടെ. വളരെ മാനസിക പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങൾ അനുഭവിക്കുന്ന ഒട്ടനവധി ആളുകൾ പ്രാർത്ഥിക്കാൻ നമ്മളോട് എല്ലാവരോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു അവരുടെ എല്ലാ വിഷമങ്ങളെയും രോഗങ്ങളെയും നീക്കി കൊടുക്കുമാറാവട്ടെ. അവരുടെ മനസ്സിന് അള്ളാഹു നീ സമാധാനത്തെ പ്രദാനം ചെയ്യണമേ റഹ്മാൻ. അവരുടെ ബന്ധുക്കൾക്കും കുടുംബങ്ങൾക്കും സമാശ്വാസവും സമാധാനവും നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും സന്താനങ്ങളിൽ നിന്ന് അള്ളാഹുവിനെ നിങ്ങൾക്ക് നീ കൺകുളിമ പ്രദാനം ചെയ്യണമേ റഹ്മാൻ. اللهم اغفر للمؤمنين والمؤمنات ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.